അറിയിക്കുന്നു. आप सबको जो है मैं प्रभु यीशु मसीह के नाम में जो है अभिवादन करता हूँ. പ്രത്യേകിച്ച് പാസ്റ്റർ ജി സൗമ്യയ്ക്കും എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. खास करके पास्टर जी और सौम्या को भी मैं मेरा अभिवादन देता हूँ. ഒരുപാട് നാളുകൾക്ക് ശേഷം ഇങ്ങനെ ഒരു കൂട്ടായ്മ ദൈവം തന്ന ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. कई साल के बाद इस प्रकार का एक संगति परमेश्वर ने जो दिया, इसलिए मैं प्रभु को धन्यवाद देता हूँ. നിങ്ങളെ എല്ലാവരെയും എനിക്ക് പരിചയമില്ലെങ്കിലും നിങ്ങളെ കുറിച്ച് കേട്ടിട്ടുണ്ട്. मैंने आप सभी को किसी से परिचय नहीं है, लेकिन आपके बारे में मैं कई बार सुना. നിങ്ങൾ എല്ലാവരും കർത്താവിന്റെ കൂട്ടായ്മയിൽ വളരുന്ന ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യും. आप लोग सब जो है परमेश्वर यीशु मसीह का जो है संगति में बढ़ रहा है, इसलिए मैं प्रभु को धन्यवाद देता हूँ. ഈ ലോക്ക്ഡൗൺ കാലഘട്ടത്തിൽ ഈ സമയത്ത് ദൈവം നമ്മളോട് ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഓർത്ത് സ്തോത്രം ചെയ്യും. और इस लॉकडाउन के टाइम में परमेश्वर की आत्मा हमसे कई लोगों के द्वारा बात करते हैं. ये इस प्रभु की धन्यवाद की बात है. ഇന്ന് രാത്രിയിലെ ചിന്തയ്ക്ക് ആധാരമായിട്ട് ഒരു ദൈവത്തിന്റെ വചനം വായിക്കാം. आज शाम के जो है मनन के लिए परमेश्वर के वचन से एक भाग मैंने पढ़ना चाहता हूँ. പുറപ്പാട് പുസ്തകം 39-ാം അധ്യായം 32-ാമത്തെ വാക്യം. निर्गमन का किताब उसका 39 अध्याय 39 का 32 39 अध्याय और उसका 32वां पद. निर्गमन 39 अध्याय उसका 32 पद. इस प्रकार मिलाप वाले तंबू के निवास का सब काम समाप्त हुआ और जिस जिस काम की आज्ञा यहोवा ने मूसा को दी थी, इसराइलियों ने उसी के अनुसार किया. പുറപ്പാട് പുസ്തകം ദൈവം തന്റെ ജനത്തെ വിടുവിച്ച അനുഭവങ്ങളെ കുറിച്ചാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. और निर्गमन का किताब में जो है परमेश्वर अपने लोगों को छुड़ाया या छुटकारा दिया हुआ विषयों के बारे में समझाते हैं. ആ വീണ്ടെടുപ്പ് ചരിത്രത്തില് മോശയെ ദൈവം ഒരു നായകനായിട്ട് ഉപയോഗിച്ചതായിട്ട് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നു. और उस छुटकारे के समय में परमेश्वर जो है मूसा को एक अगुवे के रूप में इस्तेमाल किया. എന്റെ വ്യക്തിപരമായ ധ്യാനത്തില് എന്നെ സ്വാധീനിച്ച ഒരു ചിന്ത നിങ്ങളുമായി പങ്കുവയ്ക്കാനായിട്ട് താല്പര്യപ്പെടുകയാണ്. मेरा जो है अपना मनन में मुझे जो है प्रभावित किया एक सोच मैंने आपके सामने बांटना चाहता. 39-ാം അധ്യായത്തില് 10 പ്രാവശ്യം as the Lord commanded Moses, യഹോവ മോശയോട് കൽപ്പിച്ചത് പോലെ എന്ന് കാണുന്നു. और 39 जो है अध्याय में 10 बार जिस जिस काम की आज्ञा यहोवा ने मूसा को दी थी, जो शब्द जो है 10 बार जो है आ रहा. 39-ന്റെ 5-ാമത്തെ വാക്യത്തിലും उसका 5वां पद में हम लोग देखते हैं. 7-ാം വാക്യത്തിലും 7वां पद में हम लोग देखते हैं. 21-ാം വാക്യത്തിലും 21वां पद में देखते हैं. 26-ാം വാക്യത്തിലും 26 पद में दिखाई दे रहा है. 29-ാമത്തെ വാക്യത്തിലും 29 पद में दिखाई दे रहा है. 31, 32, 31 और 32 पद में दिखाई दे रहा है. 42, 43 വാക്യങ്ങളില് യഹോവ മോശയോട് കൽപ്പിച്ചത് പോലെ എന്ന് കാണുന്നു. 42 और 43 पद में भी लिखा हुआ है, जो जो आज्ञा ने यहोवा ने मूसा को दी थी, इस प्रकार का जो शब्द जो है लिखा हुआ है. 40-ാം അധ്യായത്തില് 8 പ്രാവശ്യം ഇതേ സ്റ്റേറ്റ്മെന്റ് വീണ്ടും നമുക്ക് കാണാനായിട്ട് കഴിയുന്നു. 40 पद आप देखेंगे, 40वां अध्याय देखेंगे, 40वां अध्याय में भी 8 बार जो है यही शब्द बराबर इस्तेमाल किया हुआ. എന്തുകൊണ്ടാണ് ഇപ്രകാരം ഈ ഭാഗങ്ങളിൽ യഹോവ മോശയോട് കൽപ്പിച്ചത് പോലെ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു? क्यों जो है ये दोनों अध्याय में अधिकांश तौर से परमेश्वर जैसे मूसा से कह दिया या आज्ञा दिया वैसे क्यों लिखा हुआ?
24-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ 24-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം, പിന്നെ യഹോവ മോശയോട്, നീ എന്റെ അടുക്കൽ പർവ്വതത്തിൽ കയറി വന്ന് ഇവിടെ ഇരിക്കുക, ഞാൻ നിനക്ക് കൽപ്പലകളും നീ അവരെ ഉപദേശിക്കേണ്ടതിന് ഞാൻ എഴുതിയ ന്യായപ്രമാണവും കൽപ്പനകളും തരും എന്ന് അരുളി ചെയ്തു. और उसका 24 पद अध्याय का 12 पद में इस प्रकार लिखा है, तब यहोवा ने मूसा से कहा, पहाड़ पर मेरे पास चढ़ आ और वही रह, और मैं तुझे पत्थर की पट्टियों या अपनी लिखी हुई व्यवस्था और आज्ञा दूंगा कि तू उनको सिखाए. ഒരു കൂട്ടുകാരനോട് സംസാരിക്കുന്നത് പോലെ ദൈവം മോശയോട് പറയുകയാണ്, ഇനി എന്റെ അടുക്കൽ കടന്നു വരിക, എനിക്ക് നിന്നോട് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. जैसे कि मित्रों से बात कर रहा है, वैसे परमेश्वर मूसा से बुला रहा है और मूसा को बोल रहा है, तुम पहाड़ पर मेरे पास चढ़ के आ जाओ, मुझे कुछ बोलना है आपसे. ദൈവവുമായിട്ട് നമുക്കൊരു ആത്മബന്ധമുണ്ടെങ്കിൽ ദൈവത്തിന്റെ മനസ്സിലിരിക്കുന്ന കാര്യം തന്റെ മക്കളോട് ദൈവം സംസാരിക്കും. परमेश्वर के साथ हमारा एक गहरा संबंध है, तो प्रभु का हृदय का जो है बात जो है प्रभु अपने लोगों को बताना चाहता है. ദൈവത്തിന്റെ മനസ്സിലിരിക്കുന്ന കാര്യങ്ങൾ ദൈവം നമ്മളോട് സംസാരിക്കണമെങ്കിൽ ദൈവവുമായിട്ട് നമുക്കൊരു ആത്മബന്ധമുണ്ട്. प्रभु की मन के बात अगर प्रभु हमसे कहना है, तो प्रभु के साथ एक गहरा संबंध हम रखना. ഇവിടെ 25 മുതലുള്ള വാക്യത്തില് ദൈവം മോശയോട് എന്താണ് സംസാരിച്ചതെന്ന് നമുക്ക് കാണാനായിട്ട് കഴിയുന്നു. यहाँ पे जो है 25 पद से लेकर पढ़िएगा तो पता चल रहा है मूसा से प्रभु ने क्या क्या बोला. ദൈവം എപ്പോഴും എക്കാലത്തും ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ദൈവം തന്റെ മക്കളോട് ഒരുമിച്ച് വാസം ചെയ്യണം എന്ന് ദൈവം ആഗ്രഹിക്കും. और परमेश्वर हमेशा ये चाहता है कि अपने लोगों के साथ रहना या संगति करना प्रभु चाहते हैं. എന്നാൽ ആ ദൈവത്തിന്റെ വലിയൊരു പദ്ധതിയായിരുന്നു സമാഗമന കൂടാരം എന്നുള്ള വലിയ ആ കാര്യം. और इसलिए परमेश्वर का जो है एक महान योजना था, जो मिलाप वाला तंबू जो है बनाना. 25-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം, ഞാൻ അവരുടെ നടുവിൽ വസിക്കുവാൻ അവർ എനിക്ക് ഒരു വിശുദ്ധ മന്ദിരം പണിയണം. 25 अध्याय का जो है 8वां पद में इस प्रकार लिखा है कि और वे मेरे लिए एक पवित्र स्थान बनाए कि मैं उनके बीच में निवास करूं. Let them construct a sanctuary for me that I may dwell among them. मैंने उन लोगों के बीच में रहने के लिए मेरे लिए एक पवित्र स्थान बनाना. ദൈവം മനുഷ്യരോടുകൂടെ വാസം ചെയ്യുവാൻ, ദൈവം മനുഷ്യരോട് സംസാരിക്കുവാൻ, ദൈവത്തിന്റെ സാന്നിധ്യം വെളിപ്പെടുത്തുവാൻ ദൈവത്തിന്റെ വലിയൊരു പദ്ധതിയായിരുന്നു സമാഗമന കൂടാരം. परमेश्वर लोगों के साथ बात करने के लिए, परमेश्वर का मन की बात लोगों को समझाने के लिए और लोगों के साथ संगति करने के लिए परमेश्वर ने की योजना बनाया हुआ एक बात था कि जो मिलाप वाला तंबू. ആ കാര്യങ്ങളാണ് 25-ാം അധ്യായം മുതൽ 31-ാം അധ്യായം വരെ നമ്മൾ വായിക്കുകയാണെങ്കിൽ ദൈവം മോശയിലൂടെ വെളിപ്പെടുത്തി കൊടുത്ത കാര്യങ്ങളെ കുറിച്ചാണ് കാണാൻ കഴിയുന്നത്. और 25 अध्याय से लेकर 31 अध्याय तक अगर आप पढ़िएगा तो जो बातें जो है मूसा के सामने परमेश्वर जो प्रकट किया वो बात वहां पे लिखा हुआ. ഈ സമയത്ത് ഞാൻ വലിയൊരു വിശദീകരണം നടത്താനായിട്ട് ആഗ്രഹിക്കുന്നില്ല. അതിൽ കൂടെ ദൈവാത്മാവ് എന്റെ പരമാർത്ഥ മനസ്സിൽ ഉണർത്തിയ ചില ചിന്തകൾ നിങ്ങളോട് ഓർപ്പിക്കാനായിട്ട് താല്പര്യപ്പെടുകയാണ്. और मैंने जो है ज्यादा विवरण के लिए नहीं जाना चाहता हूं, लेकिन मेरा जो है मन में परमेश्वर की आत्मा जो प्रकाशन दी एक दो बातों को मैंने आपके सामने कहना चाहता हूं. ഈ സമാഗമന കൂടാരം പണിയുവാനായിട്ടുള്ള അതിന്റെ അളവുകളും തോതുകളും എന്തൊക്കെ മെറ്റീരിയൽ അതിനുവേണ്ടി ഉപയോഗിക്കണമെന്നും എല്ലാ കാര്യങ്ങളും കൃത്യമായി ദൈവം മോശയോട് സംസാരിച്ചു. और मिलाप वाला तंबू बनाना कैसे है, कौन सा लकड़ी से बनाना है, उसका नाप क्या रहना है, ये सारा बात जो है परमेश्वर बहुत जो है स्पष्ट तौर से मूसा से कह दिया. ദൈവത്തിന്റെ ഒരു പാറ്റേൺ, ദൈവത്തിന്റെ ഒരു മാതൃക, ആ മാതൃക
വ്യക്തമായിട്ട് എങ്ങനെയൊക്കെ അത് പണിയണം, എന്ത് മെറ്റീരിയൽ കൊണ്ട് പണിയണം, അതിന്റെ അളവുകളും തോതുകളും കൃത്യമായിട്ട് മോശയ്ക്ക് പറഞ്ഞു കൊടുത്തു. परमेश्वर का योजना क्या है, परमेश्वर का जो है तरीका क्या है और उसका नाप क्या रहना है, कौन सा जो है चीज से वो बनाना है, सारा बात परमेश्वर जो है मूसा को प्रकट किया. എന്നാൽ മോശ ദൈവം പറഞ്ഞ ആ കാര്യത്തെ ഒരു കാര്യത്തിലും ഒരു മാറ്റം വരുത്തുവാനായിട്ട് തയ്യാറായില്ല. तो इसलिए मूसा जब उसको सुन लिया है, उसके बावजूद भी मूसा ने जो है परमेश्वर जो दिया हुआ बातों को थोड़ा सा भी बदलने के लिए प्रयास नहीं किया. കഴിഞ്ഞ ദിവസം നിങ്ങൾ ജോമോൻ പാസ്റ്ററിലൂടെ മോശയെ കുറിച്ച് നിങ്ങൾ കേട്ടു. पिछले दिन में आपने पास्टर जोमोन के द्वारा मूसा के बारे में आपने सुन लिया था. അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായത്തിന്റെ 22-ാം വാക്യം ഒന്ന് വായിക്കാം. അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യം. प्रेरितों का काम 7वां अध्याय और उसका 22 पद थोड़ा सा हम लोग पढ़ेंगे. प्रेरितों का काम 7वां अध्याय उसका 22 पद में इस प्रकार लिखा है, मूसा को मिस्रियों की सारी विद्या पढ़ाई गई और वो वचन और कर्म दोनों में सामर्थी था. നിങ്ങൾ ആ വാക്യം ശ്രദ്ധിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. आप लोग उस वचन पर ध्यान किया, मैंने अनुमान करता. മോശയെ കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുന്നത് മിസ്രൈമ്യരുടെ സകല ജ്ഞാനവും അഭ്യസിച്ച് വാക്കിലും പ്രവൃത്തിയിലും സമർത്ഥനായ മോശ. और वहां पे लिखा हुआ है कि मूसा को मिस्रियों का सारा विद्या पढ़ाई और वो वचन और कर्म दोनों में सामर्थी बना. എബ്രായ ലേഖനത്തിലും നമ്മൾ വായിക്കുന്നുണ്ട്, 11-ാം അധ്യായത്തിന്റെ 25 മുതലുള്ള വാക്യത്തിലും മോശയെ കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. इब्रानियों का पत्री 11 अध्याय 25 पद से लेकर भी हम मूसा के बारे में सीखते हैं. ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് മോശ മിസ്രൈമ്യരുടെ സകല ജ്ഞാനവും അഭ്യസിച്ചു. यहाँ पे हम लोग ये लिखा हुआ है, मूसा जो है मिस्र का सारा जो है विद्या को सीख लिया या पढ़ाई किया. നമുക്കറിയാം ഈജിപ്തുകളെ, പിരമിഡുകളെ കുറിച്ച് നമുക്കറിയാം. हमें जो है मिस्र देश का पिरामिड के बारे में हम लोग को पता है. പുരാതന സംസ്കാരമായിരുന്നല്ലോ ഈജിപ്ഷ്യൻ സംസ്കാരം. बहुत पुराना जो है एक संस्कृति था जो है मिस्र देश का संस्कृति. ആധുനിക ആർക്കിടെക്ചറിന് പോലും നിഗൂഢതയാണ് പിരമിഡുകൾ. आज भी जो है पिरामिड कैसे बना है, आज का जो है जमाने का आर्किटेक्ट को भी अजीब लगता है कैसे ये लोग उस जमाने में इसकी चीजों को बनाया. തീർച്ചയായിട്ടും ആ ജ്ഞാനം മോശ അഭ്യസിച്ചിട്ടുണ്ട്. और मूसा को वो ज्ञान भी जो है मूसा अपनाया था. ഇനി നമ്മൾ ലോ പഠിക്കുകയാണെങ്കിൽ, നിയമം പഠിക്കുകയാണെങ്കിൽ മോശയെ കുറിച്ച് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. अगर हम लोग नियम पढ़िएगा तो नियम उधर भी जो है मूसा के बारे में लिखा हुआ. അത് മാത്രമല്ല, ഇത്രയും ഇസ്രായേൽ മക്കളെ കൃത്യമായിട്ട് നടത്തുവാനായിട്ട് മോശെ ഒന്ന് നേതാവിൽ കൂടെ ദൈവം ചെയ്ത പ്രവൃത്തി വലിയ കാര്യങ്ങളാണ്. और उसके बावजूद भी एक इतना बड़ा जो है झुंड को बचाने के लिए, उद्धार करने के लिए परमेश्वर मूसा को इस्तेमाल किया. वो कार्य जो है बहुत बड़ा और महान है. വലിയ ദൈവ പ്രവൃത്തികളും വലിയ അത്ഭുതങ്ങളും മോശയിൽ കൂടെ ദൈവം ചെയ്തു. बड़ा सामर्थ और जो है अद्भुत कार्य जो है मूसा के द्वारा परमेश्वर ने किया. ഇത്രയും ജ്ഞാനവും കഴിവും ഉള്ള മോശ, इतना जो है सामर्थी और ज्ञानी जो मूसा, ആ മോശ ദൈവം കൊടുത്ത പദ്ധതിയിൽ തന്റെ ഒരു ചെറിയ ആലോചന പോലും അതിനകത്ത് ഉൾപ്പെടുത്താനായിട്ട് ശ്രമിച്ചില്ല. आमीन. वो मूसा जो है, इतना ज्ञानी मूसा, परमेश्वर ने दिया हुआ जो है योजना में थोड़ा सा भी परिवर्तन लाना नहीं चाहा. നമ്മൾ അപ്പോസ്തല പ്രവൃത്തി 7:22 വായിച്ചതുപോലെ മോശ മിസ്രൈമ്യരുടെ സകല ജ്ഞാനവും അഭ്യസിച്ച് വാക്കിലും പ്രവൃത്തിയിലും സമർത്ഥനായ മോശ എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. और प्रेरितों का काम 7 का 22 में हम लोग ये पढ़ा था
कि सारी विद्या को उन्होंने पढ़ाई की और वचन और कर्म दोनों में सामर्थ्य था। നമ്മൾ നേരത്തെ വായിച്ചു, ഒരു കൂട്ടുകാരനോട് സംസാരിക്കുന്നത് പോലെ ദൈവം മോശയോട് സംസാരിച്ചു. और पहले भी हम लोग ये पढ़ा था कि जैसे मित्र से बात कर रहा है वैसे मूसा से परमेश्वर बात करना चाहते हैं। മോശയ്ക്ക് വേണമെങ്കിൽ ഒരുപക്ഷെ പറയാം, അതിന്റെ അളവുകൾ, തോതുകൾ, ഇന്ന ഇടങ്ങൾ ഒന്ന് മാറ്റാം. ദൈവത്തോട് വേണമെങ്കിൽ പറയാം, ഇതിന്റെ മെറ്റീരിയൽ ഒന്ന് മാറ്റാം. വേണമെങ്കിൽ മോശയ്ക്ക് വേണമെങ്കിൽ പല അഭിപ്രായങ്ങൾ വേണമെങ്കിൽ പറയാം. मूसा को इतना ज्ञान होने की वजह से प्रभु से कई राय बता सकता था, उसका नाप जो है यहाँ पे सही नहीं है, उसके नाप वहां पे सही नहीं है, उसका कोने में थोड़ा सा परिवर्तन चाहिए, इस प्रकार का बात मूसा को कह सकता था। നമ്മൾ 25 മുതൽ 31 വരെയുള്ള അധ്യായങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ മോശ ദൈവം എന്തൊക്കെ ചെയ്യാൻ പറഞ്ഞുവോ, ദൈവം ഏതൊക്കെ മെറ്റീരിയൽ ഉപയോഗിക്കാൻ പറഞ്ഞുവോ അതിന്റെ അളവുകളും തോതുകളും കൃത്യമായി ചെയ്യാൻ പൂർണ്ണമായി ദൈവത്തിൽ വിധേയപ്പെട്ട മോശയെ നമുക്ക് കാണാൻ കഴിയും. लेकिन हम लोग जो है अगर निर्गमन का पुस्तक 25 से जो है 31 तक पढ़िएगा तो वहां पे ये लिखता है, परमेश्वर ने जो आज्ञा दिया, जो नाप दिया, जो कार्य बताया, उसको वैसे ही करने के लिए मूसा ने तैयार हुआ। आमीन। തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിലും ഈ വചനങ്ങളിൽ നിന്ന് ദൈവം നമുക്ക് നൽകുന്ന ഒരുപാട് പാഠങ്ങളുണ്ട്. और ये जो है सारे पद से परमेश्वर की आत्मा हमें सिखाने वाला कई जो है पाठ होते हैं। ദൈവം തന്നിരിക്കുന്ന ഒരു ജീവിതം, प्रभु ने दिया हुआ जो जिंदगी, ദൈവം തന്നിരിക്കുന്ന ഒരു സാമൂഹ്യ ജീവിതം, प्रभु ने जो दिया हुआ सामाजिक जीवन, ദൈവം തന്നിരിക്കുന്ന ഒരു സഭാ ജീവിതം, प्रभु ने जो दिया हुआ कलीसिया का जो जिंदगी, ദൈവം തന്നിരിക്കുന്ന ഒരു കുടുംബ ജീവിതം, प्रभु ने जो दिया हुआ पारिवारिक जो जीवन, ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. ദൈവം കൽപ്പിച്ചതുപോലെ, ദൈവം പറഞ്ഞതുപോലെ ചെയ്യുവാനായിട്ടാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. प्रभु चाहता है ये सारा जो है इलाका में जैसे प्रभु ने कहा वैसा एक जिंदगी हम बिताने के लिए प्रभु चाहते हैं। ദൈവത്തിന്റെ കൽപ്പനകളും ദൈവത്തിന്റെ പ്രമാണങ്ങളും ദൈവത്തിന്റെ വചനങ്ങളും അതേപടി അനുസരിക്കുവാനായിട്ട് നമ്മൾ വിധേയപ്പെടുത്തേണ്ടതാണ്. परमेश्वर का आज्ञाओं को और विधियों को जैसे प्रभु ने बोला वैसे पालन करने के लिए हम अपने आप को समर्पण करना। നമ്മൾ 40-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ 40 पद अध्याय में जब हम लोग आएंगे निर्गमन, അതിന്റെ 33-ാമത്തെ വാക്യം 40 का 33 पद जो है हम पढ़ेंगे। और उसने निवास के चारों और वेदी के आसपास आंगन की कनात को खड़ा कराया और आंगन के द्वार के पर्दे को लटका दिया। इस प्रकार मूसा ने सब काम को पूरा किया। ഇങ്ങനെ മോശ പ്രവൃത്തി സമാപിപ്പിച്ചു. इस प्रकार मूसा ने सब कामों को पूरा किया। ആ വാക്ക് ഇന്ന് രാത്രിയിൽ ശ്രദ്ധിക്കണം. वो बात को आज हम लोग मनन करना है। ഇങ്ങനെ മോശ പ്രവൃത്തി സമാപിച്ചു. इस प्रकार मूसा ने सब कामों को पूरा किया। എങ്ങനെ മോശ പ്രവൃത്തി സമാപിപ്പിച്ചു? कैसे मूसा ने अपना काम को समाप्त किया? യഹോവ ദൈവം മോശയോട് കൽപ്പിച്ചതുപോലെ, जैसे परमेश्वर ने आज्ञा दिया वैसे किया। എന്നാൽ അടുത്ത പാരഗ്രാഫ് നമ്മൾ കാണാൻ കഴിയുന്നത് अगला भाग में हम लोग दिखाई दे रहा है 34 पद से, तब बादल मिलाप वाले तंबू पर छा गया और यहोवा का तेज निवास स्थान में भर गया। ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. यहाँ पे हम लोग ये दिखाई दे रहा है, ദൈവം പറഞ്ഞതുപോലെ, ദൈവം അനുശാസിക്കുന്നത് പോലെ, ദൈവത്തിന്റെ ഹിതപ്രകാരം നമ്മൾ ദൈവത്തിന്റെ പ്രവൃത്തി ചെയ്തു കഴിഞ്ഞാൽ, जैसे परमेश्वर ने बोला, जो परमेश्वर का योजना है, परमेश्वर का आज्ञा के अनुसार जब हम अपना जीवन में कार्य करते हैं, അവിടെ ദൈവത്തിന്റെ തേജസ് ഇറങ്ങി വരും. वहां पे परमेश्वर का जो है महिमा उतर जाते हैं। എന്റെ വ്യക്തിപരമായ ധ്യാനത്തിൽ ഈ പുറപ്പാട് പുസ്തകം ഞാൻ ധ്യാനിച്ചുകൊണ്ട് ഇരിക്കുന്ന സമയത്ത്
അതിന്റെ 39-40 അധ്യായം വളരെ പ്രാർത്ഥനയോടും കരച്ചിലോടും കൂടെയാണ് ഞാൻ അത് അവസാനിപ്പിച്ചത്. और मैंने जो है मेरा व्यक्तिगत मनन में जब निर्गमन का किताब जो पढ़ने के वक्त में 29 और 40 अध्याय जो है बहुत रोते हुए मैंने समाप्त किया. ഇങ്ങനെ മോശ പ്രവൃത്തി സമാപിപ്പിച്ചു. इसी प्रकार मूसा ने जो है अपना काम को समाप्त किया. ദൈവം കൽപ്പിച്ചതുപോലെ, ദൈവം പറഞ്ഞതുപോലെ മോശ പ്രവൃത്തി സമാപിപ്പിച്ചു. जैसे परमेश्वर ने आज्ञा दिया वैसे मूसा ने जो है अपना काम को समाप्त किया. ദൈവം തന്നിരിക്കുന്ന ഒരു ആത്മീയ ജീവിതം, ദൈവം തന്നിരിക്കുന്ന ഒരു ഭൗതിക ജീവിതം, ദൈവം തന്നിരിക്കുന്ന ഒരു സഭാ ജീവിതം, ദൈവം തന്നിരിക്കുന്ന ഒരു സാമൂഹിക ജീവിതം, ദൈവം തന്നിരിക്കുന്ന ഒരു കുടുംബ ജീവിതം ദൈവം പറയുന്നതുപോലെ ചെയ്താൽ ദൈവത്തിന്റെ സാന്നിധ്യവും ദൈവത്തിന്റെ തേജസ്സും ദൈവത്തിന്റെ നടത്തിപ്പും ദൈവത്തിന്റെ കാവലും നമ്മളോടുകൂടെ ഉണ്ടായിരിക്കും. आमीन. परमेश्वर ने दिया हुआ एक कलीसिया का जिंदगी, परमेश्वर ने दिया हुआ एक भौतिक जिंदगी, परमेश्वर ने दिया हुआ एक सामाजिक जिंदगी, परमेश्वर ने दिया हुआ एक पारिवारिक जिंदगी और परमेश्वर ने दिया हुआ अलग अलग अवस्था में भी जैसे परमेश्वर की आज्ञा है वैसे हम कार्य करना चाहता है, तब परमेश्वर का महिमा और आशीष हमारा जीवन में उतरेंगे और प्रभु हमें हर अवस्था में संभालते भी रहेंगे. എന്റെ കുടുംബജീവിതത്തിലും നമ്മുടെ കുടുംബജീവിതത്തിലും ഭാര്യ ഭർത്താവിനെ കാണുന്നതിന് മുമ്പേ ഭർത്താവിനെ കാണുന്നതിന് മുമ്പേ ഭർത്താവ് ഭാര്യയെ കാണുന്നതിന് മുമ്പേ നമ്മൾ ആദ്യം കാണുന്നത് ദൈവത്തിന്റെ തേജസ്സും ദൈവത്തെ കുറിച്ചും ദൈവ സാന്നിധ്യവുമായിരിക്കണം നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത്. और हमारा पारिवारिक जीवन में भी सवेरे जो है पति पत्नी को देखने से पहले, पत्नी पति को देखने से पहले, ये सबके पहले हमारा जीवन में हम जो है प्रभु का महिमा को देखना चाहिए. वो हमारा जीवन का प्राथमिकता होना. നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ദൈവത്തിന്റെ നടത്തിപ്പും ദൈവത്തിന്റെ സാന്നിധ്യവും നമ്മൾ അനുഭവിക്കുന്നവരായിത്തീരണം. और ऐसे करेगा तो हमारा जीवन का हर एक अवस्था में प्रभु का अगुवाई भी हमें महसूस हो जाएगी. 1 പത്രോസ് 2-ാം അധ്യായത്തിന്റെ 21-ാം വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ യേശു നമുക്കൊരു മാതൃക തന്നേച്ചു പോയി. पहला पत्रोस 2-ാം അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യം. पहला पत्रोस 2रा अध्याय और उसके 24 पद में हम लोग इस प्रकार पढ़ते हैं कि परमेश्वर ने हमारे लिए जो है एक नमूना दिखा के चला गया. ദൈവം കർത്താവ് ക്രിസ്തു നമുക്കൊരു മാതൃക കാണിച്ചിട്ടുണ്ട്. पर यीशु मसीह जो है हमारे लिए एक आदर्श देख के चला गया. നമ്മൾ എങ്ങനെ ജീവിക്കണം, എങ്ങനെ സംസാരിക്കണം, എങ്ങനെ നടക്കണം, എങ്ങനെ നമ്മുടെ ജീവിതം കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ ജീവിക്കണം എന്നുള്ളതൊക്കെയും ദൈവം തന്നെ നമുക്ക് മാതൃക, കർത്താവ് തന്നെ നമുക്ക് മാതൃക കാണിച്ചിട്ടുണ്ട്. कैसे हम लोग को जीना है, कैसे काम करना है, कैसे हमारा व्यवहार होना है, सारा विषयों में यीशु मसीह हमारे लिए एक आदर्श बना दिया है और हमें दिखाया भी है. അതിനുവേണ്ടി നമ്മളെ തന്നെ വിധേയപ്പെടുത്തി കർത്താവിന്റെ കൽപ്പനകളും ദൈവത്തിന്റെ പ്രമാണങ്ങളും ദൈവത്തിന്റെ വചനങ്ങളും പ്രമാണിക്കുവാൻ കർത്താവ് നടന്നുപോയ പാത നമുക്ക് മുൻപായിട്ട് യേശു നമുക്ക് മുൻപായിട്ട് നടന്നുപോയി. और इसलिए परमेश्वर का जो है बातों को समझने के लिए यीशु मसीह हमारे आगे जो है एक रास्ता दिखा के जो है चला गया. തീർച്ചയായിട്ടും ആ പാതയിൽ കൂടെ നമുക്കും യാത്ര ചെയ്യാം. और उसी रास्ता से हमको भी चलना है. हालेलुया. കർത്താവ് കാണിച്ച മാതൃക പ്രകാരം ജീവിക്കുവാനായിട്ടാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. प्रभु ने जो आदर्श या नमूना हमें जो दिखाया उसी तरीके हमें जीने के लिए प्रभु हमारा जीवन से भी चाहते हैं. ദൈവത്തിന്റെ വചനം എന്ത് നമ്മളെ കുറിച്ച് പറയുന്നു? परमेश्वर का वचन हमारे बारे में क्या कहते हैं? ദൈവത്തിന്റെ കൽപ്പനകൾ എന്തൊക്കെ നമ്മളെ കുറിച്ച് പറയുന്നു? प्रभु का वचन हमारे आज्ञा हमारे बारे में क्या कहते हैं? അതിൻ പ്രകാരം ജീവിക്കുവാനായിട്ടാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. और जो आज्ञा परमेश्वर हमारे लिए जो दे रहा है उसी के आधार पर हमारा जीवन को हम तय करना चाहिए, तैयार करना चाहिए. അങ്ങനെ ഒരു ജീവിതം നമുക്ക് നയിക്കണമെങ്കിൽ ദൈവത്തിന്റെ സഹായം, പരിശുദ്ധാത്മാവിന്റെ സഹായം നമ്മളോട് കൂടെ എപ്പോഴും ഉണ്ടാകും. और वैसे कि जीवन हमें जीना है तो पवित्र आत्मा की अगुवाई का जरूरत है. ആ മോശയെ പോലെ നമ്മുടെ ജീവിതത്തിലും
നമ്മുടെ കഴിവുകളോ നമ്മുടെ ജ്ഞാനമോ നമ്മുടെ ബുദ്ധിയോ ഒന്നുമല്ല. അതിനപ്പുറത്ത് ദൈവം നമ്മളോട് എന്താണ് പറയുന്നത് അതിന് പൂർണ്ണമായി വിധേയപ്പെടുവാൻ കർത്താവ് എന്താണ് കൽപ്പിക്കുന്നത്, കർത്താവിന്റെ ഹിതം എന്താണ്, കർത്താവിന്റെ തിരുവുള്ളം എന്താണ്, കർത്താവിന്റെ ഇഷ്ടം എന്താണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. और जैसे मूसा के समान हमारा बुद्धि और हमारा ज्ञान और हमारा जो है श्रेष्ठता के जो है ऊपर में परमेश्वर हमसे क्या चाहता है, प्रभु का योजना क्या है हमारा जीवन में, कैसे जीने के लिए प्रभु ने कहा है, उसको समझने का एक मन हमें होना चाहिए. അതാണ് റോമാലേഖനം 12-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ പറയുന്നു, അതിനുവേണ്ടി നമ്മൾ മനസ്സ് പുതുക്കി നമ്മൾ രൂപാന്തരപ്പെടണം. इसलिए रोमियो का पत्र 12 अध्याय का जो है दूसरा पद में हम लोग कहते हैं इसके लिए जो है हमारा मन को नए हो जाना चाहिए. ദൈവത്തിന്റെ ഹിതത്തിന് വേണ്ടി ദൈവത്തിന്റെ ഇഷ്ടത്തിന് വേണ്ടി നമ്മളെ തന്നെ പൂർണ്ണമായിട്ട് ഇന്ന് രാത്രികാലം സമർപ്പിക്കുക. आज रात में जो है परमेश्वर का इच्छा के लिए, प्रभु का जो है अंगीकार के लिए अपना जीवन को पूरी रीति से हम समर्पण करें. യേശു നമുക്ക് വേണ്ടി ഒരു മാതൃക കാണിച്ചിട്ടുണ്ട്. यीशु मसीह हमारे लिए एक नमूना दिखा दिया. ആ മാതൃക പ്രകാരം ജീവിക്കുവാൻ എന്നെ നീ പ്രാപ്തനാക്കണമേ. प्रभु से प्रार्थना करेंगे, प्रभु वो नमूना के आधार पर जीने के लिए मुझे जो है प्राप्ति दीजिए, सामर्थ्य दीजिए. ഇന്ന് രാത്രികാലം എന്റെ ജീവിതവുമായി ബന്ധപ്പെടുത്തി എനിക്ക് ചില കാര്യങ്ങൾ നിങ്ങളോട് ഓർപ്പിക്കാനായിട്ട് താല്പര്യപ്പെടുന്നു. आज जो है मेरे जीवन से जो है जुड़ा हुआ कोई बातों को मैंने आपको सामने बताना चाहते हैं. 1988 കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി എന്നെ കർത്താവ് വിളിച്ചത്. 1988 में परमेश्वर की सेवागाई के लिए प्रभु ने मुझे बुलाया था. എന്നാൽ ഈ നിമിഷം വരെയും ദൈവഹിതപ്രകാരം മനുഷ്യമായ വീഴ്ചകളൊക്കെ വന്നിട്ടുണ്ടെങ്കിലും ദൈവം പറഞ്ഞതുപോലെ നിൽക്കുവാനായിട്ട്, ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാനായിട്ട് നമ്മള് യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നു, എന്റെ ആടുകൾ എന്റെ ശബ്ദം കേൾക്കുന്നു. നമ്മളെ അറിയുന്ന ഒരു കർത്താവുണ്ട്, നമ്മളെ വഴി നടത്തുന്ന ഒരു കർത്താവുണ്ട്. നമ്മുടെ ജീവിതയാത്രയിൽ കർത്താവ് എന്താണ് പറയുന്നത്, കർത്താവ് എന്താണ് കൽപ്പിക്കുന്നത്, അതിൻ പ്രകാരം ജീവിക്കുവാനായിട്ട് എന്നെ കേൾക്കുന്ന എല്ലാ മക്കളോടും എനിക്ക് ഓർപ്പിക്കാനായിട്ടുള്ളത്, ദൈവം കൽപ്പിച്ചതുപോലെ ദൈവഹിതത്തിന് വേണ്ടി ദൈവ ഇഷ്ടത്തിന് വേണ്ടി നമ്മളെ ഏൽപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ദൈവത്തിന്റെ പദ്ധതി നമ്മളിലൂടെ ചെയ്തെടുക്കും. और जैसे जो है उसी समय से लेकर अभी तक अलग अलग जो है बार मैंने गिर गया था, लेकिन उसके बाद भी परमेश्वर का जो है बातों को पूरी रीति से पालन करते हुए मैं आगे बढ़ रहा है. और मुझे सुनने वाला प्रिय लोगों से भी मुझे ये कहना है कि जैसे परमेश्वर ने जो नमूना दिखाया, जैसे यीशु मसीह ने जो आज्ञा दिया, जैसे परमेश्वर ने हमें जो बताया है, उसके आधार पर हमारा जीवन को हम तय करेंगे तो प्रभु के अनुग्रह और आशीष हमारा जीवन में हमको दिखाई दे सकता. യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ഓരോരുത്തരുടെയും പേരിൽ ദൈവം കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ജീനോട് സംസാരിച്ചതുപോലെ, അല്ലെ പാസ്റ്റർ ക്ലെമൻസിനോട് കൽപ്പിച്ചതുപോലെ ചെയ്തു എന്ന് പറയാം. നമ്മുടെ പേരിനോട് ചേർന്ന് യഹോവയുടെ ഹിതം നിവർത്തിക്കുന്ന, കർത്താവിന്റെ ഇഷ്ടം നിവർത്തിക്കുന്ന ഒരു വ്യക്തി എന്ന് കർത്താവ് നമ്മളെ കുറിച്ച് സാക്ഷീകരിക്കുവാൻ ഇടവരുത്തുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. और मैंने ये प्रार्थना करते हैं, जैसे मूसा का नाम लेके जो है प्रभु ने बोला, मूसा जैसे प्रभु ने कहा सब कुछ पूरा किया, वैसे आपका नाम मूसा के जगह पे लिख करके प्रभु बोलने दे कि जैसे मैंने कहा वैसे पास्टर जीन या क्लेमेंसन और जो नाम आपका है आप वहां पे डाल के बोलिए कि परमेश्वर का आज्ञाओं को और इच्छा को पूरा किया. हालेलुया. ഇന്ന് രാത്രിയിൽ നമുക്ക് തലകളെ വണക്കാം. आज शाम में जो है अपना आंखों को हम बंद करें. പുറപ്പാട് പുസ്തകം 39-40 അധ്യായങ്ങളിൽ ചിന്തകൾ നമ്മൾ കേട്ടു. और निर्गमन का किताब और 39 और 40 का जो अध्याय का अलग अलग मनन को हमने सुना. യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ जैसे यहोवा मूसा से कहा, മോശ ചെയ്തു. मूसा ने पूरा किया. ഇങ്ങനെ മോശ തന്റെ പ്രവൃത്തി സമാപിപ്പിച്ചു. इस प्रकार मूसा अपने कामों को पूरा किया. അപ്പോൾ ദൈവത്തിന്റെ തേജസ് ആ കൂടാരത്തിന്മേൽ മൂടി. और उस वक्त में यहोवा का महिमा उस तंबू में प्रकट हो गया. हालेलुया. നിങ്ങൾ എല്ലാവരും ദൈവസന്നിധിയിൽ നിങ്ങളെ തന്നെ ഒന്ന് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. आप सब जो है परमेश्वर के सामने अपना जीवन को समर्पण करके थोड़ा प्रार्थना कीजिए. ആരും മൗനമായിട്ടിരിക്കുവാനായിട്ടല്ല ദൈവം ആഗ്രഹിക്കുന്നത്. कोई भी व्यक्ति जो है चुपचाप मत रहिए, सब लोग प्रार्थना कीजिए. थैंक यू. കർത്താവേ, നീ പറഞ്ഞതുപോലെ, നീ കൽപ്പിച്ചതുപോലെ നിന്റെ ഇഷ്ടം എന്നിൽ നിറവേറണമേ എന്നൊക്കെ പറയാം.
प्रभु जैसे आपने बोला है, जैसे आपकी आज्ञा है, वैसे प्रभु मेरा जीवन में जो है आपका इच्छा पूरी होने पाए। हालेलुया। യേശു പ്രാർത്ഥിച്ചതുപോലെ പിതാവേ എന്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം എന്നിൽ നിറവേറണമേ. जैसे यीशु मसीह ने प्रार्थना किया, पिता मेरा इच्छा नहीं मगर आपकी इच्छा मेरे जीवन में पूरी हो जाए। ദൈവമേ എന്റെ ജീവിതത്തിന്റെ എല്ലാ മണ്ഡലങ്ങളിലും ആ ദൈവഹിതം നിറവേറുവാൻ, प्रभु मेरे जीवन का हर एक इलाका में प्रभु का इच्छा को पूरी होने के लिए, എന്റെ കുടുംബജീവിതത്തിൽ അത് നിറവേറുവാൻ, मेरा पारिवारिक जीवन में पूरी होने पाए, എന്റെ കുഞ്ഞുങ്ങളിൽ അത് നിറവേറുവാൻ, मेरे बच्चे लोगों का जीवन में पूरी होने के लिए, എന്റെ ജോലിയിൽ അത് നിറവേറുവാൻ, मेरा नौकरी में वो पूरी होने के लिए, എന്റെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും ദൈവം പറഞ്ഞതുപോലെ ജീവിക്കുവാൻ, ദൈവത്തിന്റെ വിധികൾ പ്രകാരം, ദൈവത്തിന്റെ കൽപ്പനകൾ പ്രകാരം ജീവിക്കുവാൻ എന്നെ പ്രാപ്തനാക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. और हम प्रार्थना करें कि प्रभु मेरा जीवन का समस्त जो है इलाका में भी प्रभु का जो है आज्ञा के आधार पर आगे बढ़ने के लिए प्रभु मुझे सहायता करे। എല്ലാവരും അല്പനേരം പ്രാർത്ഥിക്കാം. കർത്താവേ നിന്റെ ഇഷ്ടം എന്നിൽ നിറയണമേ. सब लोग प्रार्थना कीजिए, प्रभु आपका इच्छा समझ के उसके आधार पर मैं आगे बढ़ना चाहता हूँ प्रभु। യേശു നമുക്കൊരു മാതൃക കാണിച്ചു വെച്ചേച്ചു പോയി. हालेलुया। यीशु मसीह हमारे लिए एक नमूना दिखा दिया है, അവിടുത്തെ കാൽപ്പാടുകൾ നമുക്ക് മുൻപായിട്ടുണ്ട്. उसका जो है पावों का निशाना हमारे आगे है। हालेलुया। അവൻ നമ്മുടെ നായകനാണ്, वो हमारा अगुआ है, അവൻ നമ്മുടെ പരിപാലകനാണ്, वो हमारा संभालने वाला है, അവൻ നമ്മളെ വഴി നടത്തുന്ന ദൈവമാണ്, वो हमें जो है रास्ता दिखाने वाला प्रभु है, അവിടെ നമ്മുടെ കൂടെ ഉണ്ട്. वो हमारे साथ रहते हैं। हालेलुया। പൂർണ്ണമായിട്ട് സമർപ്പിക്കുക. अपना जीवन को पूरी रीति से आप समर्पण करो। धन्यवाद। ഹല്ലേലൂയ, Thank you, Lord. ഹല്ലേലൂയ, Hallelujah. ഹല്ലേലൂയ. हालेलुया। We worship ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, हमारे स्वर्गीय पिता, ഈ നല്ല രാത്രിവേളയ്ക്കായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. आज रात के समय के लिए हम आपको धन्यवाद देते हैं। കർത്താവെ, അല്പനിമിഷങ്ങൾ അവിടുത്തെ വചനം സംസാരിക്കുവാൻ ഞങ്ങളെ ബലപ്പെടുത്താനായി സ്തോത്രം. प्रभु थोड़ा समय जो है आपके वचन से मनन करने के लिए आपने हमें सहायता की, इसके लिए धन्यवाद। ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ വചനം കേട്ടവരുടെ എല്ലാം പരമാർത്ഥ മനസ്സുകളെ ഉണർത്തണമേ കർത്താവെ. प्रभु जो लोग वचन सुना उसका जो है वो सच्चा हृदयों को प्रभु आप जगा दीजिए खुदा। ദൈവഹിതപ്രകാരമുള്ള ഒരു ജീവൻ നയിപ്പാൻ ദൈവമേ നിന്റെ മക്കളെ ഇവിടുന്ന് പ്രാപ്തരാക്കണമേ. प्रभु के इच्छा के आधार पर एक जीवन बिताने के लिए प्रभु आप हम सबको सहायता कीजिए। കർത്താവെ, ദൈവവചനം അനുശാസിക്കുന്നത് പോലെ, ദൈവവചനം കൽപ്പിക്കുന്നത് പോലെ ഒരു ജീവൻ നയിപ്പാൻ ഞങ്ങളെ പ്രാപ്തരാക്കണം. प्रभु जैसे परमेश्वर का वचन कहते हैं, जैसे प्रभु ने हमें नमूना और आज्ञा दिखाया है, वैसे करने के लिए प्रभु हमें सहायता करें। കർത്താവെ, ആ തെരഞ്ഞെടുക്കുവാനായിട്ടുള്ള എല്ലാ പ്രാപ്തിയും കർത്താവ് ഞങ്ങൾക്ക് തരണേ കർത്താവെ. प्रभु आपका इच्छा को चुनने का सारा जो है सामर्थ्य हमें मिलने पाए। കർത്താവെ, നിന്റെ ഹിതത്തിൽ നിന്ന് ഞങ്ങൾ വ്യതിചലിക്കുവാൻ നീ സമ്മതിക്കല്ല അപ്പച്ച. प्रभु आपकी इच्छा से हम इधर उधर जाने से हमें बचा लीजिए खुदा। കർത്താവെ, ഈ വചനം കേട്ട എല്ലാ നിന്റെ മക്കളെ അവിടുന്ന് അനുഗ്രഹിക്കണം. प्रभु ये जो वचन सुना हुआ सारा जो है अपना बच्चे को अपने आशीष करे। കർത്താവിന്റെ ദാസനെ അവിടുന്ന് അനുഗ്രഹിക്കണേ കർത്താവെ. उनके दासों को भी प्रभु अपने आशीष कीजिए। വചനം കേട്ട എല്ലാവരെയും അനുഗ്രഹിക്കണേ കർത്താവെ. वचन सुना हुआ सबको आप आशीष करे प्रभु। കർത്താവെ, നിന്റെ മക്കളെല്ലാം കർത്താവുമായിട്ടുള്ള ആ